ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് നമ്പർ 69. ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കം തന്നെ പണിയാണ്, അതും നെവിനുള്ള പണി, നാട്ടുകാർ കൊടുത്ത പണി. അതെ, പാത്രം കഴുകുക എന്നുള്ള പണിയാണ്. നെവിൻ പ്രാഗി പറഞ്ഞിട്ടാണെങ്കിലും നെവിൻ ചെയ്യണ്ട പണിയൊക്കെ പണിയായിട്ട് തന്നെ പറഞ്ഞ ചെയ്യുന്ന ഒരാളാണ്. അതിനിടയ്ക്കുള്ള തമാശ കേക്ക് ഭയങ്കര ഇഷ്ടാട്ടോ. നീ പൊടി, നീ ഇവിടുന്ന് പോ, വരണ്ട, നെവിൻ ഒരു സൈഡിൽ പാത്രം കഴുകി തുടങ്ങുമ്പോൾ ചെറിയ ചെറിയ നോട്ടി തിങ്സ് അങ്ങനെയാണ് എപ്പിസോഡ് തുടങ്ങുന്നത്. അതിനുശേഷം മോർണിംഗ് ടാസ്ക് എഗെയിൻ. ഇപ്പൊ മോർണിംഗ് ടാസ്ക് കാണിക്കാൻ തുടങ്ങിട്ടോ, നല്ല സാധനങ്ങൾ ഇട്ട് കൊടുക്കണ്ടേ നൈസായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോ എന്താണ് ഈ മോർണിംഗ് ടാസ്ക് നോട്ട്സ് എനിക്ക് പറയാനുള്ളത്? ഓർമ്മയിൽ നിൽക്കുന്നതും ഓർമ്മയിൽ നിൽക്കാത്തതുമായിട്ടുള്ള കണ്ടസ്റ്റൻസ് ഇവര് പറഞ്ഞത് പോട്ടെ, അത് നമ്മൾ നിൽക്കില്ല. കാരണം പലർക്കും അവരുടെ പേഴ്സണൽ ടേംസ് വെച്ചിട്ടാണ് അവർ ഓർമ്മ, അല്ലാതെ പെർഫോമൻസിന്റെ ബേസിൽ നെവിനെ എല്ലാരും പറഞ്ഞത്. അത് എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. നെവിൻ വാസ് ഓക്കെ, അങ്ങനെ ആരും മറക്കാൻ പോകുന്നില്ല. നെവിൻ കൂടുതൽ പേര് ലക്ഷ്മി, ബിന്നി അങ്ങനെയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ എന്താ എന്റെ പേഴ്സണലി കണക്ക് ഇതില് സീസൺ 7 ഓർത്ത് വെക്കുന്ന ആരെയാ അങ്ങനെ ചോദിച്ചാല് എനിക്ക് ഓർത്തേക്ക് ഞാൻ പറയാം അനീഷ് ഉണ്ടാവും. ഒരു കോമഡി എന്ന രീതിയിൽ നമുക്ക് ആ മൈൻഡിലെ സാധനം ഉണ്ടാവും, ആ കോമഡി സാധനം. ഞാനും ഓർത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ സീസൺ 7 ഇപ്പൊ കുറച്ചു കാലം കഴിഞ്ഞിട്ട് നമ്മൾ ആലോചിച്ചാലും നമുക്ക് ഓർത്ത് വെക്കുക അനീഷ് തന്നെ ആയിരിക്കും. കാരണം അനീഷിന് അതായത് ലേബൽ മാത്രമല്ല, ഞാൻ പറയുന്നത് എന്താ അറിയോ, ആളുകള് ഓർത്ത് വെക്കാൻ മാത്രമുള്ള ഒരു പെക്യുലർ ആയിട്ടുള്ള കുറച്ച് എലമെന്റുകളുണ്ട്, കുറച്ച് സാധനങ്ങളുണ്ട്. അത് കൃത്യമായിട്ട് അനീഷാണ് അവിടെ ആ ഒരു ഫോർമാറ്റ്, ഒരു ഇറിറ്റേറ്റിംഗ് ഫോർമാറ്റ്. അങ്ങനെ 1-2 സാധനങ്ങൾ ഡെലിവർ ചെയ്തിട്ടുള്ളത് അനീഷാണ്. അനീഷ് കഴിഞ്ഞിട്ട് ഒരാളെ കൂടി പറ, അനുമോൾ. എനിക്ക് അനുമോള് ഞാൻ പറഞ്ഞ മറ്റേ സദാചാരം ഞാൻ ഓർത്തേക്കുള്ളൂ, അല്ലാതെ കളിച്ചത് ആര്യൻ, അനീഷ് ആൻഡ് ആര്യൻ, ഇതാണ് എനിക്ക് തോന്നുന്നത് ഈ രണ്ടുപേരെ. കാരണം ആര്യനും ഒരു കൈൻഡ് ഓഫ് സ്പെഷ്യൽ വൈബ് ഉണ്ട് ആര്യന്, ഈ രണ്ടുപേരും. ബട്ട് obviously the first choice is Anish. Okay, for sure. ആൻഡ് അവിടെ ഇപ്പൊ ആ സംഗതി പറഞ്ഞു വന്നത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ പലർക്കും അതില് ബിന്നി പറഞ്ഞതാണ് എനിക്ക്. ബിന്നി എന്താ ഇതറിയോ, ബിന്നിക്ക് ഈ ആ ലക്ഷ്മിയുടെ സീന് വീണ്ടും എടുത്തു വലിച്ചു കൊണ്ടുവരേണ്ട ഒരു കാര്യമില്ല. ആദിലാനോറ പ്രൊവോക്ഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എഗെയിൻ ലക്ഷ്മി അന്ന് ആ കൗച്ചിൽ ഇരുന്നിട്ട് എല്ലാവരും ഇരുന്ന സമയത്ത് വീണ്ടും എന്തടിച്ചു. അതുവരെ യു ആർ ഓൾവേസ് വെൽക്കം എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് മാറ്റി ആ കൗച്ചിലിടുമ്പോൾ വീണ്ടും അടിച്ച ഒരാളാണ് ആര്, ഈ പറഞ്ഞ ലക്ഷ്മി. ബിന്നിക്ക് ഇപ്പൊ ഇത് പൊളിയാൻ കാരണം എന്തായിരുന്നു വെച്ചാ, സാബുമോൻ വന്ന സമയത്ത് സാബുമോൻ ലക്ഷ്മിയോട് ലക്ഷ്മിന്റെ സ്റ്റാൻഡിൽ നിൽക്കാനും തുടരാനും പറഞ്ഞപ്പോ ബിന്നി വിചാരിച്ചത് പുറത്ത് ഹിറ്റാന്ന് വിചാരിച്ചിട്ടായിരിക്കും ഈ സാധനം വീണ്ടും, അതായത് ലക്ഷ്മിക്ക് അപ്പൊ ലക്ഷ്മിയുടേതായിട്ടുള്ള സ്റ്റാൻഡില്ലേ എന്നൊക്കെ പറഞ്ഞുള്ള സാധനം ബിന്നി അടിച്ചത്. അതാണ് എനിക്ക് മനസ്സിലായത്. ബിന്നി ആ ഒരു ഗെയിമാണ് ബിന്നി അവിടെ കളിച്ചത്. അക്ബറിനെ പിന്നെ ഒന്നിലും ആരും കൂട്ടിയിട്ടില്ല ഈ ടാസ്കിൽ. ഞാനിപ്പോ അക്ബറിന് ഇഷ്ടമാണെങ്കിലും ചിലപ്പോ നമ്മൾ പിറ്റ് ഇനി ഒരു സമയത്ത് അക്ബറിനെ ഓർത്ത് വെക്കില്ല, പാടാണ്. ഒരു സീസണിൽ ഒരാളുണ്ടാവുമല്ലോ. ഇപ്പൊ സീസൺ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സീസൺ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാബുമോൻ, വേറെ ആരും ഓർത്ത് വെക്കില്ല. സീസൺ 2 രജിത് കുമാറാണ്. സീസൺ 2 രജിത് കുമാർ, സീസൺ 3 മണിക്കുട്ടൻ, സീസൺ 4 റോബിൻ, സീസൺ 5 വരുന്ന സമയത്തും വേറെ ആരുമില്ല. സീസൺ 6 ഇനി എന്തൊക്കെ പറഞ്ഞാലും ഐ തിങ്ക് ഇറ്റ്സ് ജാസ്മിൻ ജാഫർ ആണ്. ഡോമിനേറ്റിംഗ് ഈസ് ജാസ്മിൻ ജാഫർ ആണ്. ജാസ്മിൻ ജാഫർ എനിക്ക് രണ്ടുപേരുണ്ട്. ജാസ്മിൻ ജാഫർ ആണ്. ജാസ്മിൻ തന്നെ പേര് വരുമ്പോ എന്തായാലും ഗബ്രി വരും, അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ സീസൺ 7 ഓക്കെ. ആ ടാസ്ക് അങ്ങനെ മോർണിംഗ് ടാസ്ക് പോയി. അതിലൊരു ഒരു ഫയർ അല്ലെങ്കിൽ ഒരു ചെറിയ സ്പാർക്ക് വന്നത് ഈ ബിന്നിയുടെ ഐറ്റം മാത്രമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് അവിടുന്ന് അങ്ങനെ പോയി. അത് അവർ ഡിസ്കസ് ചെയ്യുകയും ചെയ്തു, അതിൽ നോർ ചെയ്ത് ഡിസ്കസ് ചെയ്തു, അത് റിഫ്ലക്ട് ചെയ്തും ചെയ്തു. അവരാ ഡിസ്കസ് ചെയ്ത് ബിന്നി എലമെന്റ് അവർ ഡിസ്കസ് ചെയ്തിട്ട് നൈസായിട്ട് ജയിൽ നോമിനേഷൻ വന്ന സമയത്ത് പ്രത്യേകിച്ച് ഒരു കാരണം ഒന്നും പറയാതെ ആ രണ്ടുപേരും കൂടി ആരെ പേരെടുത്തിട്ടു, ബിന്നിയുടെ പേര് നൈസായിട്ട് അവിടെ എടുത്തിട്ട് പ്ലേസ് ചെയ്യാനും നോക്കി. അവരുടെ ഗെയിം, അവർ ആ സാധനം എടുത്ത് നൈസായിട്ട് അത് പ്ലേസ് ചെയ്യാൻ നോക്കി. അത് അവർ കൃത്യമായി പ്ലേസ് ചെയ്യുകയും ചെയ്തു. പിന്നെ എഗെയിൻ ഈ പറഞ്ഞ ജയിൽ നോമിനേഷന്റെ സമയത്താണെന്നുണ്ടെങ്കിലും ഒക്കെ ബിഗ് ബോസ് ഇവരോട് പറയുന്നത് കളിച്ച ടാസ്കിന്റെ
അവര് ചെയ്ത പരിപാടിയില്ല. അല്ലാതെ അവിടെ പേഴ്സണൽ ഗ്രഡ്ജിന്റെ മുകളിലാണ് എപ്പോഴും ബിഗ് ബോസിൽ എപ്പോഴും അങ്ങനെ. ഇപ്പൊ നമ്മുടെ സീസണിലാണെങ്കിലും ഒക്കെ ഞാൻ കണ്ട സീസണുകളിലൊക്കെ എല്ലാ ലാംഗ്വേജിലും ഒക്കെ ഈ പേഴ്സണൽ ഗ്രഡ്ജിന്റെ മുകളിലാണ് ഒരാഴ്ചത്തെ സംഭവം എടുക്കേണ്ടത്. ഇവര് പണ്ട് മുതലുള്ള സാധനങ്ങളൊക്കെ എടുത്തിടും ചെയ്യും. എല്ലാം ഒരു പേഴ്സണൽ ഗ്രഡ്ജിന്റെ ലൈനിൽ നിന്നിട്ട് തന്നെയാണ് എല്ലാരും എന്ത് ചെയ്യുന്നത്, ഈ സാധനങ്ങൾ വെച്ചടിക്കുന്നത്. പിന്നെ വീട്ടിലധികം പ്രശ്നങ്ങളില്ല. ഇപ്പൊ ഈ ഒരാഴ്ചയിൽ ഇപ്പൊ ഒരാളെ പ്രശ്നം കണ്ടുപിടിച്ച് ജയിലിലിടാനാണെന്നുണ്ടെങ്കിൽ ഓബിയസ്ലി ആ വീട്ടിൽ സ്ഥിരമായി പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാൾ അനീഷാണ്. അപ്പൊ അനീഷ സ്ഥിരമായിട്ട് ഇപ്പൊ 4-5 വട്ടം വിട്ടു. അപ്പൊ സ്ഥിരം പ്രശ്നക്കാരൻ എന്ന് ബാക്കിയുള്ളവർക്ക് അങ്ങനെ ആ പ്രശ്നക്കാരായിട്ട് നിൽക്കുന്ന ആളെ അവര് സ്ഥിരമായിട്ട് വിടും. അനീഷിന് സന്തോഷാണ്. അനീഷാണെങ്കിൽ ആ കൈ കൂപ്പി ജയിൽ നോമിനേഷൻ ആയ കൈ കൂപ്പി ഇനി നോക്കണ്ട. പിന്നെ കാണിച്ചത് അതിന്റെ ഇടയിൽ ലക്ഷ്മിന്റെ ഷോ, വെറും ഷോ, പട്ടി ഷോ. എന്തിനാണ് കൊറേ പറയാണ്ട് ലൈവിൽ തന്നെ അത് കൊറേ ഇല്ല, വളരെ കുറച്ചുണ്ടായിരുന്നു ആ സംഗതി. ബാക്കിയുള്ള എനിക്ക് തോന്നുന്നത് അവിടെ ഇയാള് വന്നിട്ട് ഷാനവാസ് എന്ന് പറഞ്ഞതിന്റെ ഒരു പകുതി പോലും ഉണ്ടായിട്ടില്ല ലക്ഷ്മിന്റെ. അവിടെ ഇരുന്ന് അങ്ങനെ പറയേണ്ടിയിരുന്നിട്ട് കാര്യമില്ലാത്തൊരു പരിപാടിയാണ് ആ സംഗതിയൊക്കെ ചെയ്തു വെക്കുന്നത്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം ജയിൽ നോമിനേഷനിൽ നമ്മളുടെ അനീഷും ലക്ഷ്മി ജയിലിലേക്ക് പോയി. ഞാൻ ഇവരുടെ ഈ ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യത്തിൽ എപ്പോഴും പറയാറുണ്ട്, ഷാനവാസ് ആണ് ഇത് ഫേക്ക്. ഷാനവാസ് അട്ടർ ഫേക്ക് ആയിട്ടാണ് കളിക്കുന്നത്. അനീഷിനിട്ട് പണിയാണ് ഷാനവാസ്. അനീഷ് ശരിക്ക് എന്താ പറയുക, അനീഷിന് ആ ഫ്രണ്ട്ഷിപ്പ് എവിടെയോ ഒരു മനസ്സിന്റെ ഭാഗത്ത് കിട്ടിക്കൊണ്ടിട്ടുണ്ട് ആ സാധനം. അതുകൊണ്ട് തന്നെ അയാൾ പല പ്രാവശ്യങ്ങളിലായിട്ട് ഇപ്പൊ ഷാനവാസിനെ അയാൾ പലപ്പോഴായിട്ട് നോമിനേറ്റ് ചെയ്താലും എതിർത്ത് സംസാരിച്ചാലും ഒക്കെ ആ ടോൺ കുറച്ച് ലോ ആണ്. അയാൾ ബാക്കിയുള്ളവരുടെ അടുത്ത് അടിക്കുന്ന പോലെ അല്ല ഷാനവാസിന്റെ അടുത്ത് അടിക്കണേ. അത് ഇന്ന് അയാളെ വായെന്ന് വീണു. അയാൾക്ക് ഷാനവാസിനോടുള്ള ഒരു തരം സോഫ്റ്റ് കോൺഫിഡൻസ്, അച്ഛനോടുള്ള ഒരു ഹാർട്ട് അറ്റാക്ക്, അച്ഛൻ, ആ എലമെന്റുകളൊക്കെ എവിടെ കാണാൻ പറ്റുന്നുണ്ട്, ഷാനവാസിന്റെ ലൈഫിലേക്കും കാണാൻ പറ്റുന്നത് കൊണ്ട് അതിന്റെ ഒരു സിമ്പതി, എമ്പതി പ്ലസ് ലാലേട്ടൻ വന്നിട്ട് ഫ്രണ്ട് അല്ലേ എന്ന് പറയുന്നതും, പിന്നെ അവരവിടെ അയാളോട് കുറച്ചെങ്കിലും ഫേക്ക് ആണെങ്കിൽ പോലും കുറച്ചെങ്കിലും അയാളോട് എന്ത് തമാശ പറയുന്നതും അങ്ങനത്തെ പരിപാടിയൊക്കെ കാണിക്കുന്ന ഷാനവാസ് ആയതുകൊണ്ട് ഷാനവാസിനോട് അയാൾക്ക് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്. ഓക്കെ, ആ സോഫ്റ്റ് കോർണറും എല്ലാം എന്താണ് ഒരു ഫ്രണ്ട്ഷിപ്പ് മൂഡിലേക്കുള്ള രീതിയിലാണ് പക്ഷെ ഈ അനീഷ് എടുത്തിട്ടുള്ളത്. പക്ഷെ ഷാനവാസ് അങ്ങനെയല്ല. ഷാനവാസിന് അതൊരു പക്ക ഗെയിമാണ്, വെറും ചീപ്പ് ക്രൂക്കഡ് ഗെയിമാണ് ആ സാധനം. ഒക്കെ വന്ന് നിന്നിട്ട് അത് മാക്സിമം മോട്ടിവേറ്റ് ചെയ്ത് അവരെ കൊണ്ട് തട്ടിപ്പിക്കുന്ന പരിപാടിയാണ് ആര് കാണിക്കുന്നത്. ഷാനവാസ് കാണിച്ചു കൂട്ടുള്ളൂ. ഷാനവാസിന് ഒരിക്കലും ആ ഒരു അപ്പൊ അനീഷിന് ഷാനവാസിനോടുള്ള കമ്മിറ്റ്മെന്റ് പോലും ആർക്കില്ല, ഷോനവാസിന് ഇല്ല തിരിച്ചങ്ങോട്ട്. ഓക്കെ, അത് നമുക്കിന്ന് വളരെ എവിഡന്റ് ആയിട്ട് ക്ലിയർ, അത് എപ്പിസോഡിൽ കാണിക്കുകയും ചെയ്തു കേട്ടോ കൃത്യമായിട്ട്. പിന്നെ സാബു വന്ന സമയത്ത് പറയുന്നത് ഈ പഴയ സാധനങ്ങൾ എടുത്തിടരുത്, ആ ചീഞ്ഞ സാധനങ്ങളുടെ മുകളിൽ നിങ്ങൾ കണ്ടന്റ് പിടിച്ചു പോകരുത്, ആ വീടിനകത്ത് ഉണ്ടാവുന്ന കാര്യങ്ങൾ പിടിച്ചു പോകും, പ്രസന്റിൽ നിൽക്ക്, പാസ്റ്റ് പോലെ ഒരു കാര്യമില്ല. വീണ്ടും അവിടെ ഇരുന്നിട്ട് ചർച്ച ചെയ്ത് പിന്നെ ആ സാധനം മാവെടുത്ത സംഗതി, അതില് ഷാനവാസ് എന്തൊക്കെയാ പറയണേ. അതായത് കാണുന്ന പ്രേക്ഷകരോ അല്ലെങ്കിൽ അവിടെ അത് ഇൻമേറ്റ്സ് ആയിട്ടുള്ള ആളുകളോ പോലും ചിന്തിക്കാത്തതിന്റെ അപ്പുറത്ത് വേറെ എന്തൊക്കെയോ ഇയാൾ അതായത് ഈ ഷാനവാസിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ ശരിക്ക് ഷാനവാസ് അനീഷിനെ പറയുന്നുണ്ടല്ലോ, അനീഷ് ഇന്നെ പറയുന്ന പറഞ്ഞ വിക്ടിം കാർഡ് കളിക്കുന്നത്. ഇവിടെ ശരിക്ക് വിക്ടിം കാർഡ് കളിക്കുന്നത് ഇയാളാണ്. ശരിക്ക് വിക്ടിം കാർഡ് കളിക്കുന്നത് ഷാനവാസിന്റെ വിക്ടിം കാർഡിന്റെ റേഞ്ച് ഇന്നാണ് എനിക്ക് മനസ്സിലായത്. ഷാനവാസിന്റെ അപ്പൊ കഴിഞ്ഞ ലാലേട്ടനെ ഒഴിവാക്കി സെറ്റിൽ ചെയ്ത് വിട്ട വിഷയത്തിന് മുകളിൽ ഇപ്പോഴും വന്നിരുന്നു വിക്ടിം കാർഡ് അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനം ഉണ്ടോ ഷാനവാസിന് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്തിനാണ് അതിന്റെ കാര്യമുള്ള ഷാനവാസിന് ഈ തേർഡ് റേറ്റ് ഗെയിം കളിച്ചിട്ട് എന്ത് ചെയ്യാൻ ഒരു കാര്യമില്ല. അതൊക്കെ ഉണ്ടല്ലോ പുറത്തിറങ്ങുമ്പോഴാവും ഷാനവാസ് ശരിക്കും ഇതിനൊക്കെ അനുഭവിക്കാൻ പോണെന്നുള്ളതാണ്. ഓക്കെ, അയാൾ ഒരുമാതിരി വീണ്ടും 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 പറഞ്ഞു വെളുപ്പിക്കാൻ നോക്കുകയാണ്. അത് നടക്കില്ല. ആ സംഗതി നാട്ടുകാർ ഫുള്ള് കണ്ട കേസാണത്. പിന്നെ അതിൻ്റെ മുകളിൽ അക്ബറിനെ കൊണ്ടുപോയിട്ട് വില്ലനാക്കാൻ നോക്കിയാലും പരിപാടി നടക്കില്ല. പിന്നെ ബേർജറിന്റെ ഒരു ടാസ്ക് വന്നു. ടാസ്കിനകത്ത് സാബു മാൻ നൈസായിട്ടൊന്ന് ഫംബിളായി. എല്ലാവരും കൂടി അനങ്ങ് എന്ന് പറഞ്ഞോട് കൂടിയിട്ട് ആശാൻ നിന്ന് അനങ്ങിയിട്ട് ആകെ പണി കിട്ടി. ഒരു വഴിക്കായിട്ട് അങ്ങനെ ആ വഴിക്ക് പോയി. പിന്നെ അപ്പുറത്ത് ആദിലും ഷോനവാസും പാസം കളിച്ചുള്ള പാസം കളി എന്നല്ല, ഷാനവാസും ആദിലും തമ്മില് ഇന്നിപ്പോ ഷാനവാസ് ആ പറഞ്ഞൊരു സാധനം ഉണ്ടല്ലേ, ഏത് ലക്ഷ്മിനെ നോമിനേറ്റ് ചെയ്തപ്പോ പറഞ്ഞത്, ഞാൻ ആദിലെ തല്ലിയ സമയത്ത് ലക്ഷ്മി അവിടെ അത് കത്തിക്കാൻ നോക്കി. സംഗതി ആദിലായതുകൊണ്ടാണ്.
ഷാനവാസിന് അത് പറയാൻ പറ്റുന്ന ഒരു സ്പേസ് ഉള്ളതും ആദില തിരിച്ചതിനൊന്നും പറയില്ല എന്നുള്ള ധൈര്യം കൊണ്ടാണ്. മനസ്സിലായില്ല? അത് വേറെ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഷാനവാസ് പുറത്താ. അപ്പൊ ആര്യന്റെ നേരെ കയ്യും വീശി ഉന്തിത്തള്ളി നമുക്കറിയില്ല. ഇപ്പൊ വെള്ളിയാഴ്ചകളിലാണല്ലോ ലാലേട്ടന്റെ എപ്പിസോഡിന്റെ ഷൂട്ട്. അപ്പൊ ഇന്ന് അതിനെ കുറിച്ച് ഡിസ്കഷൻ ചെയ്തൊന്നും നമുക്കറിയില്ല. സാറ്റർഡേ സൺഡേ തന്നെ നമുക്ക് അതിന് മനസ്സിലാവുള്ളൂ അത് എങ്ങനെയാ. അല്ലെങ്കിൽ വല്ല പ്രൊമോ വരുമ്പോഴേക്കേ നമുക്കത് മനസ്സിലാവുള്ളൂ. ഇന്നത്തെ പ്രൊമോയിലൊന്നും അതില്ല. ഇന്നത്തെ പ്രൊമോയിലൊക്കെ PR-നെ കുറിച്ചുള്ള സംഗതികളൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ ആ ബോണ്ട് അവരുള്ള ഒരു പെങ്ങൾ സംഗതി ഉണ്ട്. അതവിടെ നോട്ടെ. അത് കഴിഞ്ഞതിന് ശേഷമാണ് മോനെ ദ ഗെയിമർ അനുമോൾ ഇറങ്ങി. പക്ഷെ എനിക്ക് ഇന്ന് അനുമോൾ ഇഷ്ടമായിട്ടോ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ലൈവിലാണെങ്കിലും പിന്നെ കുറേ പേജുകളിലൊക്കെ അനുമോക്ക് ഇതിന് ഭയങ്കര ഹെയ്റ്റ് കയറുന്നുണ്ട്. ഈ ലക്ഷ്മിയോട് പറഞ്ഞ അനുമോൾ പറഞ്ഞത് കറക്റ്റാ. ഒന്ന് അവിടെ റേഷനാണ്. അപ്പൊ അളന്ന് മുറിച്ചിടാൻ പറ്റുന്ന പരിപാടിയേ ഉള്ളൂ. എന്ത് ഫുഡ് അത് അളന്നിട്ട് തന്നെ വേണമെങ്കിൽ ഇടാം. ഓക്കെ, അതിനൊരു അളവ് വെച്ച് കഴിഞ്ഞാൽ ഇടുന്ന അത് അളവ് വെച്ചിടുന്ന തന്നെയാണ് നല്ലത്. ലക്ഷ്മി അപ്പോ അവിടെ അതൊന്നും കാര്യമില്ല. അതൊക്കെ കൈക്കണക്കാണ്, മനക്കണക്കാണ്. ഈ മനക്കണക്കും കൈക്കണക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷങ്ങളോളം പ്രാക്ടീസ് ചെയ്യുന്ന വെപ്പുകാരുണ്ടല്ലോ. നമ്മളെ അമ്മമാരൊക്കെ കുറേ കാലമായിട്ടാണ് ഈ മനസ്സിലും കയ്യിലൊക്കെ ഒരു കണക്ക് വരുന്നത് അങ്ങനെയാ. അല്ലാതെ ഈ ലക്ഷ്മി തന്നെ പറയുന്നത് ലക്ഷ്മിക്ക് അധികം കുക്കിംഗ് വലിയ വശമല്ല എന്നൊക്കെ പറയുന്ന ലക്ഷ്മിക്ക് കേറി ഒരു 60 ദിവസം കൊണ്ട് തന്നെ ഈ മനക്കണക്കൊക്കെ ഇങ്ങനെ പാടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ ഇനി പുറത്തിറങ്ങി ലക്ഷ്മിക്ക് വെപ്പിന് പോയിട്ട് ജീവിക്കാം. അത് നല്ലത്. അവിടെ കൃത്യമായിട്ടുള്ള പോയിന്റാണ് അനുമോള് പറഞ്ഞത്. അതായത് ആ വീട്ടിലെ റേഷൻ അത്രയും കിട്ടും. അപ്പൊ അതെന്ത് ചെയ്യണം? അളന്ന് മുറിക്കണം. പല ചോദ്യത്തിനും ലക്ഷ്മിക്ക് ഉത്തരമില്ല. ഫ്രിഡ്ജിനകത്ത് ഫുഡ് ഇരിക്കണ്ടല്ലോ. ലക്ഷ്മി ഞാൻ കഴിക്കുന്നു 2 ദിവസമായിട്ട് ഇരിക്കണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ ഞാൻ ചത്തിട്ടില്ലല്ലോ. ഏത് അങ്ങനത്തെ ഡയലോഗ്, അടുക്കള ഭൂതം, അങ്ങനെയൊക്കെ അനുമോളെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലക്ഷ്മി. ശരിക്കും അനുമോളാണ് അവിടെ റൈറ്റ്. അനുമോള് ഈവൻ കോണ്ടന്റിനാണെങ്കിൽ പോലും അനുമോള് പറയുന്ന സാധനങ്ങൾ പക്കയായിരുന്നു. അവിടെ കൗണ്ടർ അടിച്ച ഒരുമാതിരി എന്താ പറയാ, അനുമോൾ എപ്പോഴും ഈ പറഞ്ഞ ഫുഡിനും അടുക്കളയിലും കച്ചറ ഉണ്ടാക്കുന്ന ഒരാളെ പോലെ ആര് പോർട്രേറ്റ് ചെയ്തു? ലക്ഷ്മി അവിടെ പോർട്രേറ്റ് ചെയ്തു. എന്താണോ ഈ ഒരു വിഷയത്തിൽ വേറെ വീട്ടിലുള്ള ആരും അനുമോളെ സപ്പോർട്ട് ചെയ്യാത്ത, അല്ലെങ്കിൽ അത് സ്ഥിരം അനുമോളെ എപ്പോഴും ഒരു പ്രശ്നക്കാരി എന്നുള്ള തോന്നലുകൊണ്ടാണ്. കാരണം അതാണ് പ്രശ്നം. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ബിന്നിന്റെ കേസിലാണെങ്കിൽ ബിന്നി കുത്തിത്തീർപ്പെന്ന് പറയുന്നുണ്ട്. പക്ഷെ ബിന്നി എന്ന് പറഞ്ഞ കറക്റ്റ്. ഞാൻ പിന്നെ എപ്പോ പോയി കഴിഞ്ഞാൽ അവരെ കുത്തിത്തീർപ്പ് പറഞ്ഞ സാധനം ഇമേജിൽ കൊണ്ടിരിക്കുകയാണ്. അതേ സംഭവം തന്നെ അനുമോളുടെ കാര്യത്തിലും. അനുമോൾ ഉണ്ടാക്കുന്നത് അനുമോളാണ് മെയിൻ ആയിട്ട് ഉണ്ടാക്കുന്ന തോന്നലാണ് എല്ലാവർക്കും. അപ്പൊ അനുമോൾ ഇടയ്ക്ക് പഠിക്കുന്ന തഗ്ഗൊക്കെ നല്ല രസമാണ്. പിന്നെന്താ ലക്ഷ്മിയാണ് അപ്പുറത്തോ. ലക്ഷ്മിനെ ആർക്കും മൈൻഡില്ല. അപ്പൊ പിന്നെ ഇടണ്ട വെച്ചിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മുടെ നെവിന്റെ പാത്രം കഴുകുന്ന ടാസ്ക് നെവിനാണ്ട് ഊരി വിട്ടു. അപ്പത്തേക്ക് അനീഷ് പറഞ്ഞു തുടങ്ങി. അനീഷിന്റെ കാര്യങ്ങൾ വരുമ്പോൾ ഗെയിമിന് തട്ടുമുട്ട് പരിപാടി, അല്ലാത്ത കാര്യങ്ങൾക്ക് അനീഷിന് ഫുൾ ഗെയിമുമാണ്. ബസർ ടു ബസറിന്റെ ഉള്ളില് നെവിൻ പാത്രം കഴുകണമെന്നേ ഉള്ളൂ. ബസർ ഒരു മനുഷ്യത്വത്തിനെ കുറിച്ചും അല്ലെങ്കിൽ ബാക്കിയുള്ളതിനെ കുറിച്ചൊക്കെ വർത്താനം പറയുന്ന ഒരാളായി അനീഷ്. പിന്നെ ജീവിക്കാൻ വന്നാണ് സംഗതി. അനീഷിന് ഇവ രാവിലെ മുതലിരുന്ന് കഴുകല്ലോ ഒരുത്തൻ. ഓന് ശരിക്കും മറ്റവർക്ക് ജയിലിൽ കിട്ടിയതിനേക്കാൾ വലിയ പണിയാണ് ഇവർക്ക് ആർക്ക് കിട്ടിയത്, നമ്മളെ നെവിന് കിട്ടിയത്. അപ്പോ അവനാന്റെ പണി, അതായത് അനീഷ് ചെയ്യേണ്ട പണി അനീഷ് ചെയ്താൽ മതി. അത് ചെയ്യുന്നതിന് സ്കിപ്പായി പോടാ. അതെന്താ പറയാ, അതല്ല സംഗതി. എന്താ വെച്ചെങ്കിൽ ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നിങ്ങളോട് പറയുന്നുണ്ട്, അനീഷ് ഈ ലൈറ്റ് ഓഫ് ആക്കി അപ്പം കിടന്നു. മനസ്സിലായോ? അനീഷിന്റെ പാറ്റേൺ അങ്ങനെ. അനീഷിന് അവിടെ രാത്രികളിൽ ഉണർന്നിരിക്കാൻ ഒരു താല്പര്യമില്ലാത്ത ഒരാളാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, ഇൻസൈഡിൽ നിന്ന് ഇപ്പോൾ കയറിപ്പോയ ആളുകളാണെങ്കിലും ഇറങ്ങി വന്ന കണ്ടസ്റ്റൻസ് ആണെങ്കിലും ഒക്കെ പറയുന്ന ഒരു കാര്യമാണ്. കറക്റ്റ് സ്വിച്ച് ഇട്ട പോലെ ആ ടൈം ആകുമ്പോൾ അനീഷ് കിടന്നുറങ്ങും. അപ്പൊ രാവിലെയാണ് ആക്റ്റീവ് ആയിട്ടിരിക്കുന്നത്. അപ്പൊ രാത്രിയായിരിക്കും സ്വിച്ച് ഓഫ് ആവണം. അപ്പൊ സ്വിച്ച് ഓഫ് ആവാൻ ഇപ്പൊ പാത്രം കഴുകാൻ നിന്ന് കഴിഞ്ഞാൽ പണിയാ. പിന്നെ അല്ലെങ്കിൽ പിന്നെ കണ്ടന്റ് കിട്ടും. അതാണ് പിന്നെ എന്ത് ചെയ്ത് അടുത്ത പിടിച്ചത്, എന്നാ പിന്നെ ഞാൻ കഴുകാന്ന് പറഞ്ഞ കണ്ടന്റിനാണ് ആ കയറി ചെല്ലുന്നത്. അപ്പൊ അക്ബറും കഴുകാനുണ്ടായിരുന്നു, അനീഷും കഴുകണം. അതെ, അല്ല അത് മര്യാദക്ക് പറയുമ്പോ നെവിൻ കേട്ടു. ഇയാൾ അങ്ങനെയല്ലല്ലോ, ഇയാളെ കിടന്ന് വേറെ ചൊറിയാണ്. ഇതന്നെയല്ല ആദിലന്ന് ചെയ്തേ. അനീഷ് പോയിട്ട് പാത്രം കഴുകാൻ ചെയ്യില്ല എന്ന് ആര് പറഞ്ഞു? ആദില് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ അനീഷിന് തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കറങ്ങി അനീഷിന്റെ തലേക്ക് കോമണർ അനീഷിന്റെ തലേക്കാണ് ഇത് കറങ്ങി ഇതൊക്കെ പരിപാടികൾ വന്നുകൊണ്ടിരിക്കണേ. അപ്പൊ അതങ്ങനെ ഒരു സൈഡിൽ കഴിഞ്ഞു. അതിന് നമ്മൾ VB+ നിങ്ങൾ പോയേക്കണം. നമ്മൾ എപ്പിസോഡ്സ് ഒക്കെ കണ്ട സമയത്തായിരുന്നു ഒരു ലൈവ് നടന്നുകൊണ്ടിരുന്നത്.
പണിപ്പുരയിലേക്ക് ക്യാപ്റ്റൻ വൈദവേ ക്യാപ്റ്റൻസി ആരൊക്കെയാണ് നോമിനേഷനിൽ വന്നത്? സാബുമാൻ, അനുമോള്, ആര്യൻ. അപ്പൊ ഇവർക്കാണ് ലക്ഷറി ബഡ്ജറ്റിൽ പണിപ്പുരയിൽ പോകാൻ വേണ്ടിയിട്ട് ചാൻസ് കിട്ടിയത്. 2 മിനിറ്റ് ചാൻസ് ആണ് കിട്ടിയത്. അപ്പോ അവിടെ ഫൈറ്റ് നടന്നു. V+ൽ നിങ്ങൾ കണ്ടു അനീഷും നെവിനും തമ്മിൽ ആ ക്യാമറ അല്ല അത് ഷാനവാസിനെ നമ്മൾ എപ്പോഴും കുറ്റം പറയെങ്കിലും ഷാനവാസ് ആ പറഞ്ഞ സാധനം കറക്റ്റാ. ഷാനവാസ് ഈ പറഞ്ഞ സാധനം കറക്റ്റാ. അതായത് അനീഷ് എപ്പോഴും പറയുന്നത് ഞാൻ ഇവിടെ ജീവിക്കുകയാണ്, ഞാനിവിടെ നാടകമല്ല ചെയ്യുന്നത്, എനിക്കിതൊന്നും ബാക്കിയുള്ള നാടകങ്ങൾ ആക്ടേഴ്സ് ആയിട്ട് വന്ന ആർട്ടിസ്റ്റുകള് ഇവിടെ ക്യാമറന്റെ മുന്നിൽ അഭിനയിക്കുകയാണ്, അവർക്ക് ക്യാമറ വേണം. ഇപ്പൊ ആർക്കാ ക്യാമറ വേണ്ടേ? അനീഷിന് വേണ്ടേ? അനീഷ് പറഞ്ഞ പോയിന്റ് ആണ് എന്ത്, അനീഷിന്റെ മുഖം മറയുന്നുണ്ട് അല്ലെങ്കിൽ അനീഷിനെ കാണില്ല, ക്യാമറയിൽ കിട്ടില്ല എന്നുള്ളത് ഓക്കെ അല്ല, അത് ഓക്കെ. അനീഷ് പറയുന്നത് ഓക്കെ. അതായത് അനീഷിന്റെ മൈൻഡിൽ എവിടെയോ തോന്നി നെവിന് അവിടെ ഭയങ്കര സംഭവം അല്ല, മനഃപൂർവ്വം അല്ല, നെവിന് കുറെ ക്യാമറ സ്പേസ് കിട്ടി. കാരണം നെവിന് അവിടെ ചാടി കളിച്ചിട്ട് പറയുമ്പോ ഓബിയസ്ലി ക്യാമറ നെവിനല്ലേ ഫോക്കസ് ചെയ്യും. അപ്പൊ ഇയാൾക്ക് എന്താണ് അവിടെ ഒരു കച്ചറ ഉണ്ടാക്കണം. ആ കച്ചറ ഉണ്ടാക്കേണ്ട ഭാഗമായിട്ട് മാറിക്കാൻ പറഞ്ഞു. എന്തിന് ക്യാമറ സ്പേസ് കിട്ടില്ല, ക്യാമറ സ്പേസ് കിട്ടില്ല എന്നാവുന്ന ഓരോന്ന് വന്നിട്ട് ഇയാൾ എക്സ്പോസ്ഡ് ആവാൻ തുടങ്ങി. ഞാനിവിടെ ജീവിക്കുകയാണ്. അതാണ് ഭയങ്കര ബുദ്ധിമാനത്തരം കളിച്ചെന്താ വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാ മതി ക്യാമറ കിട്ടാൻ വേണ്ടിട്ട്. എന്ത് ചെയ്തു അറിയോ? മെല്ലെ അത് കൗണ്ടർ അടിച്ചിട്ട് നെവിന്റെ മുടിന്റെ കുറ്റായി. അതൊരു അറപ്പ് പോലെയൊക്കെയാണ് ആര് പറയുന്നത്. അപ്പൊ പറഞ്ഞത് മാറ്റി പറയുന്നുണ്ട്. പറഞ്ഞ സാധനം കറക്റ്റ് സ്റ്റാൻഡ് അല്ലാന്ന് അത് പൊളിയിടുന്ന് കാണുമ്പോ അടുത്തേമ പിടിച്ചിട്ട് പോകുന്നുണ്ട് അനീഷ്. പക്ഷെ ഗെറ്റിംഗ് എക്സ്പോസ്ഡ് ഡേ ബൈ ഡേ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എക്സ്പോസ്ഡ് ആവുന്നുണ്ട്, ഒരു പരിധി വരെ എക്സ്പോസ്ഡ് ആവുന്നുണ്ട്. പക്ഷെ PR-ന്റെ അതിഭീകരമായിട്ടുള്ള വെളുപ്പിക്കൽ പുറത്ത് നടന്നിട്ടുണ്ട്, നടക്കുന്നുണ്ട്. ഇതിന്റെ കമന്റ് ബോക്സിൽ നടക്കുന്നുണ്ടാവും. അനീഷിന്റെ PR-ing ആണ് ഏറ്റവും കൂടുതൽ കമന്റ് ബോക്സിൽ വരുന്നത്. അനുമോളത് അത്ര വിസിബിൾ അല്ല കമന്റ് ബോക്സിനകത്ത്. തുടക്കത്തിലായിരുന്നു, ഇപ്പൊ അല്ല. പക്ഷെ അനീഷിന് അങ്ങനെയല്ല. അനീഷിന് ഭയങ്കര ഈ അനീഷിന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ അയ്യോ ആ സാധാരണക്കാരനായ ചങ്ങായി പാവല്ലേ, ഉപദ്രവിക്കല്ലേ, ഈ സംഗതി വർക്കൗട്ട് ആയി തുടങ്ങി. ഇത് വർക്കൗട്ട് ആയി തുടങ്ങി. ജയിലിന്റെ കാര്യം പറയും എല്ലാ പ്രാവശ്യവും ഈ അനീഷിനെ മാത്രം എല്ലാവരും ജയിലിലെന്ന് പറയും. ഇത് അനീഷിനെ വർക്കൗട്ട് ആയി. അതാണ് അനീഷിന്റെ PR-ന്റെ വിജയം എന്ന് പറയുന്നത്. അതായത് വർക്കൗട്ട് ആക്കി. അയ്യോ പാവല്ലേ ആ ചെക്കൻ എല്ലാരും കൂടി ഉപദ്രവിക്കും, കഴിഞ്ഞാലും ചിന്തയൊക്കെ ഇതേ സാധനം തന്നെയാണ് അനീഷിന് കയറി പോണത്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, ഈ സീസണിലെ ഏറ്റവും വലിയ ടോക്സിക് ഫാൻസ് അനീഷിന്റെ ഫാൻസാണ്. ഞാൻ വിചാരിച്ചിരുന്ന ഒരു പരിധി വരെ അനുമോൾ ഫാൻസ് ആണ്, എന്നാണ് അല്ല. ഒരു രക്ഷയില്ലാത്ത ടോക്സിക് ഫാൻസ് ആണ് അനീഷിന്റെ ഫാൻസ്. അതായത് അന്തം ടീമുകൾ, അന്തം ടീം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടവരാതെ അന്തങ്ങള് അല്ല. PR-ൽ നിന്ന് വെറും 10 സെക്കൻഡും 5 സെക്കൻഡും റീൽസ് കണ്ട് പിന്നെ ഞാൻ ഈ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അയ്യോ പാവലേ, ഇത് കേട്ടിട്ട് ഞങ്ങള് സാധാരണക്കാരനാണോ, ഞങ്ങള് സാധാരണക്കാരെ പ്രതിനിധി, അങ്ങനെ ഉന്തിത്തള്ളി വരുന്ന കുറെ ടീമുകളെ ഞാൻ കാണാനിടയായി. അയാൾ പുറത്തിറങ്ങിയിട്ട് അയാളെ ലൈഫ് ജീവിച്ചു പോട്ടെ, നിങ്ങളെല്ലാവരും കൂടി അയാൾ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ സാധാരണക്കാരനായിട്ട് തന്നെ ജീവിച്ചിട്ട് എന്താ പ്രശ്നം എന്നറിയാം. പുറത്തിറങ്ങിയിട്ട് അനീഷെങ്ങാനും വല്ല കാറ് മേടിച്ചാലോ, ഒരു നല്ല ഇപ്പൊ ഈ സാധാരണക്കാരുടെ ഡ്രസ്സ് മാറ്റി വല്ല അർമാനിയോ ബാൽമൻ പാരീസോ ഒക്കെ വല്ല ഷർട്ട്, കാരണം പൈസ കിട്ടുമല്ലോ. ഇന്ന് വിന്നറും കൂടി ആയിട്ടാണ് അനീഷ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈഫ് സ്റ്റൈൽ മാറും, ലൈഫ് സ്റ്റാൻഡേർഡ്സ് മാറും. അതോടുകൂടി തീരുമാനമാവും. ഇപ്പൊ അഖിലൊക്കെ പോയാൽ അപ്പുറത്തിന്റെ അപ്പുറം പോകും. നിന്നെ ഞങ്ങൾ സാധാരണക്കാരനായിട്ടാണ് വോട്ട് ചെയ്തത്, ഞങ്ങൾ ഖേദിക്കുന്നതൊക്കെ പറയും. അനീഷ് ആ ഒരു ഡ്രസ്സിംഗ് ഒന്നും ഇതൊന്നും മാറിക്കാനുള്ള ഈ പറയുന്ന അന്തങ്ങൾ തന്നെ അനീഷിനെ പിടിച്ചിറങ്ങി. അപ്പോ എനിക്ക് ആ ഒരു ഫൈറ്റ് എനിക്ക് അനീഷിന്റെ ഭാഗത്തുനിന്ന് വന്നത് അനീഷിന്റെ കയ്യിൽ നിന്ന് പോയതാണ്. ഓക്കെ, പക്ഷെ അത് മുതലെടുക്കാൻ നടക്കുന്ന ആദില, നോറ, ഷാനവാസ് ടീമുണ്ട്. അതായത് ഈ അനീഷിന്റെ അടുത്ത് സോഫ്റ്റ് കോർണർ പോലെ മെല്ലൊക്കെ ചേർന്ന് കൂടി അനീഷിന് രാത്രി ആകുമ്പോൾ കിളി വെട്ടൂലോ, അപ്പൊ അനീഷിനെ പിടിച്ചിരുത്തി കുറച്ച് സംസാരിപ്പിച്ച് വായെന്നുണ്ടെങ്കിലും ചാടിക്കാന്നുള്ള രീതിക്കുള്ള അതവരുടെ കുരുട്ട് ഗെയിം, അതവരുടെ കുരുട്ട്. നല്ല നൈസ് കുരുട്ട് പരിപാടി എടുക്കാൻ അവരൊരു സൈഡിൽ കൂടി നോക്കുന്നുണ്ട്. രാത്രി ഇനിയിപ്പോ ലൈവ് ഇത് കഴിഞ്ഞിട്ട് വേണം കാണാൻ, എന്തായാലും കുറെ സമയമാവും. ബട്ട് ആ ഒരു ഗെയിമില് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഷാനവാസ് പറഞ്ഞത് കറക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. അതായത് അയാൾക്ക് ക്യാമറ സ്പേസ് വേണം, ക്യാമറയുടെ മുന്നിൽ വരാം. അപ്പൊ ആർട്ടിസ്റ്റുകൾ ക്യാമറയുടെ മുന്നിൽ അഭിനയിക്കുന്ന പറയുമ്പോ അപ്പൊ ഈ പറഞ്ഞ അനീഷും ക്യാമറയുടെ മുന്നിൽ അഭിനയിക്കാണല്ലോ. ഒരു ക്യാമറ ഫോക്കസ് ചെയ്യുന്ന അവിടെ ഒരു ക്യാമറ അല്ലടെ പൊട്ട, എല്ലായിടത്തും ക്യാമറ ഉണ്ടായിരുന്നു. പിന്നെ പ്രൊമോ കണ്ടു, പ്രൊമോ നല്ല ഡ്രസ് ഉണ്ടായിരുന്നു ലാലേട്ടനെ കാണാൻ, നല്ല തിളങ്ങുന്ന സ്വർണ്ണ കളർ ഷർട്ടൊക്കെ ഇട്ടിട്ട് പരിപാടി തീർന്നു. അപ്പൊ നാളെ നമുക്ക് ലാലേട്ടൻ്റെ എപ്പിസോഡ് അല്ലേ.